വിഷ്ണു കൊച്ചിക്കാരന്റെ ചതി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് വൈറലായി കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ വിശേഷം ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൽ റിസ്കി സീനുകളുള്ളതുകൊണ്ട് AJP വിളിച്ചതാണ് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച്. പുള്ളിക്ക് അപ്പോൾ റിസ്കി സീനുകൾ അഭിനയിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിട്ടാണ് പുള്ളി അതിനകത്ത് അഭിനയിക്കാഞ്ഞ്. എനിക്ക് അത് മാത്രമല്ല, എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം റിസ്കി ഷോട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളത്തിൽ മറ്റേ ഫൈറ്റിങ് സാധനങ്ങൾ ആദർശ് പുതിമുഖം നടന്നാണ്. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ ലാലേട്ടന്റെ ഒരു മോഡുലേഷൻ ഓഫ് ഫൈറ്റിങ് പിടിച്ചത് ഒറിജിനൽ ഫൈറ്റ് നടന്നത്. ഒറിജിനൽ ഫൈറ്റ് അല്ലേ? അപ്പൊ കൈയൊക്കെ പൊട്ടിയെന്നൊക്കെ അറിഞ്ഞു. അതൊക്കെ സിനിമയായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങനെ വരുമല്ലോ, സിനിമ മോഡൽ ചെയ്യുമ്പോൾ. ഇത് എത്ര മിനിറ്റ് ഉണ്ട് മൊത്തം? അത് മൊത്തം 20 മിനിറ്റ്. 20 മിനിറ്റ് ഒരു ഡോക്യുമെന്ററി അല്ലേ? എന്നാലും ഒരു ടിപ്പിക്കൽ മൂവി അല്ലേ? പിന്നെ വേറൊരു കാര്യം, പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുണ്ട്. AJP പ്രൊഡ്യൂസർ ആവാൻ പോവുകയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് AJP. അപ്പോൾ ഫുൾ മൂവി തന്നെ ചെയ്യാനാണ് പ്ലാൻ. അത് എവിടെയാണ് റിലീസ് ചെയ്യുന്നുള്ള പിന്നെ പറയും. 1 മണിക്കൂർ മൂവി ആയിരിക്കും, 1 hour മൂവി. 13 days ആയിരിക്കും. പ്രേക്ഷകർ മുൾമുനയിലായിരിക്കും നിൽക്കണം. കാര്യം പ്രേക്ഷകർ മിക്കവരും ചോദിക്കുന്നുണ്ട്, അടുത്ത പ്രൊഡ്യൂസ് ചെയ്യുന്നത് AJP ചെയ്യുന്ന സിനിമ അവർക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കൂടുതൽ വരുന്നുണ്ട്. അതിൽ ചെറിയൊരു സംഭവം അല്ല സാർ, ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ തിയേറ്ററിലാണോ അല്ലെങ്കിൽ യൂട്യൂബാണോ? തിയേറ്ററിലാണോ യൂട്യൂബിലാണോ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എഡിറ്റിംഗ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതെ, അതിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. AJP പ്രൊഡ്യൂസർ ആവണമെന്നും പറഞ്ഞിട്ട് ലീക്കായിരുന്നു. അത് ആരോ കൂട്ടത്തിൽ നിന്ന് ലീക്കാക്കിയതാണ്, ആളെയൊക്കെ നമുക്കറിയാം. പക്ഷെ അത് ലീക്കായതോടെ ഒരുപാട് പെൺപിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കുക, AJP ചേട്ടൻ്റെ പടത്തിലൊരു ചാൻസ് തരുമോ, AJP ചേട്ടൻ്റെ പടത്തിലൊരു ചാൻസ് തരുമോ എന്ന് വെച്ച്. അവരോട് എന്താണ് പറയാനുള്ളത് AJPക്ക്? പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൈസ കിട്ടുന്ന പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പല എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഞാൻ മാത്രമല്ല, നമ്മൾ ചെറിയ രീതിയിലുള്ള എമൗണ്ട് മുടക്കുന്ന പലരും എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിടുന്ന പേജുകളിൽ മെസ്സേജ് ചെയ്യാമെന്നാണ്. ചോദിക്കുക, കമൻറ്റ് ബോക്സ് അല്ല, മെയിൻ മാപ്സ്റ്റിക്കിൻ്റെ ഫോളോ ചെയ്തിട്ട് മെസ്സഞ്ചറിലൊന്ന് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവരാണ് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മളിപ്പോൾ 13 ദിവസമാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഒരു ദിവസം ഒരു 20 മിനിറ്റിൻ്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ ആണ് പ്ലാൻ ചെയ്യുന്നത്. കട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യം ആണ് പ്ലാൻ ചെയ്യുന്നത്. സിങ്ക് സൗണ്ട് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. സ്പോട്ട് ഡബിങ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, AJP സാറിൻ്റെ പടത്തിൽ എത്ര നായികമാരെ വേണമെന്നാണ് പറഞ്ഞത്? കാര്യം ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സാറിൻ്റെ പടത്തിൽ ഒരു ചാൻസ് തരുമെന്ന് വെച്ച്. 10 പേര്. അപ്പോൾ അതിൻ്റെ ഓഡിഷൻ ഉടനെ ഉണ്ടാവും. എനിക്ക് അതിൻ്റെ അപ്ഡേറ്റ് കൊടുക്കാനായിട്ടാണ്. ഓഡിഷൻ എന്തായാലും അത്യാവശ്യം വലിയ വലിയ മാളുകളിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അതെ, അതാകുമ്പോൾ വലിയ റിസ്ക് ഇല്ല. മാളാകുമ്പോൾ നല്ല രീതിയിൽ അഭിനയം അറിയാവുന്ന പെൺകുട്ടികൾ അല്ലേ? നല്ല രീതിയിൽ അഭിനയം അറിയാവുന്ന പെൺകുട്ടികൾ അഭിനയിച്ച് കാണിച്ച് തരേണ്ടി വരുമോ താങ്കളുടെ മുമ്പിൽ? അല്ല, നേരിട്ട് അഭിനയിച്ച് കാണിക്കണ്ടല്ലോ. നമുക്ക് വീഡിയോ ആയിട്ട് മാപ്സ്റ്റിക്കിൽ അയച്ചു കൊടുത്താൽ മതി. അവസരം താല്പര്യമുള്ളവർ അയച്ചു കൊടുത്താൽ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ മാപ്സ്റ്റിക്കിലൂടെ നമ്മൾ മറ്റേ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം അറിയാവുന്നവർക്ക് ചാൻസ്. അഭിനയം അറിയാവുന്ന ആശിഷ് അല്ല, പെൺകുട്ടികളുടെ കാര്യം, പെൺകുട്ടികൾ എത്ര പേരാണ് നമ്മുടെ സിനിമയിൽ ഇപ്പൊ അത്യാവശ്യം കാണാൻ തന്നെ പോലെ സൗന്ദര്യമൊക്കെ ഉള്ള ആൾക്കാർ? അതെ, അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ സാറിന് മനസ്സിലായോ? ഇപ്പൊ സാറിന്റെ പടത്തിൽ എത്ര പെൺകുട്ടികളാണ്? സാറാണല്ലോ ഈ പടത്തിൽ നായകൻ, സാറാണല്ലോ ഈ പടത്തിലെ നായകൻ. അപ്പൊ സാറിന് എത്ര നായികമാരെ വെക്കണമെന്നാണ് സാർ പറയുന്നത്? 10 നായികമാരാണ് AJPയുടെ പടത്തിൽ ഇതിൽ വരുന്നത്. ഓരോ സീനിലും ഓരോ നായിക. 10 നായികമാരാണ് AJP തേടുന്നത്. 10 സീനിലായിരിക്കും നായികമാർ വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ രണ്ടുപേരും കൂടി ഉള്ള ഒരു സീക്വൻസ് ആയിരിക്കും. അത് പുറത്തു വിടണ്ട. അത് പുതുമുഖമല്ലേ, അപ്പൊ നമുക്ക് പുറത്തു വിടണ്ട. അല്ലല്ല, അത് പുറത്തു വിടുന്നില്ല. എന്തായാലും അത് പുറത്തു വിടാത്ത വേറെ ഒന്നുമില്ല. അവർക്ക് അത് കൊടുത്ത AJP കൊടുത്തു, അവർക്ക് തൃപ്തിയായിരിക്കും അല്ലേ? അത് മാത്രമല്ല, ഈ പെൺകുട്ടികൾക്ക് കുറച്ച് ദിവസമേ ഷൂട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരുപാട് വലിപ്പിക്കുന്നില്ല. എത്ര ദിവസം ഉണ്ടാവും? അതെ, 2-3 ദിവസം കൊണ്ട് 10 സീനുകൾ. അപ്പൊ 5 സീൻ എടുക്കുമല്ലോ, 5 സീനുകൾ. അപ്പൊ 46 സീൻ വരും. വെട്ടിത്തുറച്ച് വരുമ്പോ 1.25 മണിക്കൂർ ആവും. അപ്പൊ 10 നായികമാരും സുന്ദരികളാകണോ? ഇല്ല, ഗ്ലാമറിൽ വലിയ കാര്യമില്ല. സാറിന്റെ ഒരു മനസ്സില്, എന്റെ മനസ്സിൽ എന്റെയൊക്കെ ഒരു നിറം, എന്റെയൊക്കെ നിറം എന്ന് പറഞ്ഞാൽ 200 അല്ലേ? 200 തുടങ്ങി ഗ്ലാമർ ആയിട്ടുള്ള ആൾക്കാർ വരെ
വലിയ വലിയ വെളുത്തിട്ട് സുന്ദരി. ഇതിൽ ഡാൻസ് ഉണ്ട്. ഡാൻസ് കളിക്കാത്തവരാകാം, ഡാൻസ് കളിക്കാൻ അറിയാവുന്നവരാകാം, എല്ലാ ടൈപ്പിലും ആൾക്കാരെ എടുക്കും നമ്മൾ. ഇതിൽ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ പ്രിൻസിലെ പോലെ കുറച്ചുകൂടിയൊക്കെ ആക്റ്റീവ്നെസ് ആയിട്ടുള്ള കുട്ടികൾ കിട്ടിയാൽ അടിപൊളിയല്ലോ. ഇത് വേറെ സംഭവം എന്താന്ന് വെച്ചാൽ ഈ AJPയുടെ പടത്തിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി തന്നെ സ്ക്രിപ്റ്റ്, പുള്ളി തന്നെ പ്രൊഡ്യൂസ്, പുള്ളി തന്നെ പാട്ട് പാടണ് അല്ലേ, ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. പാട്ട് ഞാനും പാടുന്നുണ്ട്, വലിയ വലിയ ആർട്ടിസ്റ്റുകളും പാടുന്നുണ്ട്. വലിയ ആർട്ടിസ്റ്റുകൾക്ക് അവസരം ഉണ്ടോ അതിനകത്ത്? അല്ല, നമുക്ക് മറ്റേ പുതിയ ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കുക. പാട്ട് പാടുന്ന ആൾക്കാർ മാപ്സ്റ്റിക്കിൽ ചോദിക്കട്ടെ. പിന്നെ ഞാനും പാട്ട് പാടുമല്ലോ അത്യാവശ്യം, എന്നെ കൊണ്ടൊരു നീയും പാട്ട് പാടാം, പുതിയ പുതിയ പെൺകുട്ടികൾ പാടാം. കഴിവുള്ള ആൾക്കാർ വീഡിയോ മാപ്സ്റ്റിക്കിന് മെസ്സേജ് അയക്കുക, വാട്സാപ്പിൽ നമ്പർ അയച്ചു കൊടുക്കും, മാപ്സ്റ്റിക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ, അവർക്ക് പാടുന്ന ഒരു ക്ലിപ്പ് അയച്ചു കൊടുത്താൽ ഞാൻ പാട്ട് പാടും. ഞാൻ രണ്ടുപേരും പാടിക്കോട്ടെ. ഞാൻ രണ്ടുപേരും നല്ലൊരു പാട്ട് പ്രഷർക്ക് കൊണ്ട് പാടിക്കും. ഓക്കെ, ഏതായാലും AJP സാറിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം. മോഹം കൊണ്ടു ഞാൻ നിന്നേതോ. ഓക്കെ, രണ്ടു പേര് വരെ മതി മതി മതി. നമുക്ക് വലിയ വലിയ ഗായകർ, വലിയ വലിയ ഗായകർ ഇതിന് അവസരം വേണമെങ്കിൽ ഫണ്ട് ഇല്ലാണ്ട് വേണമെങ്കിൽ ചെയ്യാം. അതെ, AJPയുടെ ഒരു അതെ. ഇപ്പം വേറൊരു കട്ട് ചെയ്തോട്ടോ, വേറൊരു സന്തോഷ വാർത്തയുണ്ട്. വലിയ വലിയ ഗായകർക്ക് ഫണ്ട് ഇല്ലെങ്കിൽ, ഫണ്ട് ഉണ്ടാവില്ല അല്ലേ, പേയ്മെന്റ് ഉണ്ടാവില്ല, പുള്ളിയുടെ സിനിമയിൽ പാടാനൊരു അവസരം തരാം, പാടാനുള്ള അവസരം ഉണ്ടാവും. വലിയ വലിയ ഇപ്പോ പേര് പറയണ്ട, നമ്മൾ ഐഡിയാസ് അസിംഗർ പറയാം. അതിൽ പങ്കെടുത്ത ആൾക്കാരെ അറിയാലോ അല്ലെ, ലെജൻഡ് ആയിട്ടുള്ള കലാകാരന്മാർ. അവർ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ നജീബാണെങ്കിലും ജയ്വണ്ണ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അവർക്ക് ഒരു അവസരം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് കാണിക്കും. കാരണം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും പൊതുജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർക്ക് ആയതുകൊണ്ടും നമ്മൾ ഇതില് ആൺകുട്ടികൾക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അതും പറഞ്ഞില്ലേ നമ്മൾ ആൺപിള്ളേരും വെക്കുന്നുണ്ടല്ലോ, കുറച്ച് ആൺപിള്ളേരും ഇരിക്കട്ടെ. ആൺപിള്ളേര് മറ്റേ നമുക്ക് സ്റ്റണ്ട് അറിയാവുന്നവർ, കാര്യം സ്റ്റണ്ട് വരുന്നുണ്ട്. AJP ഇടിക്കുമ്പോൾ 10 പേരാണ് തെറിച്ച് പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അതേപോലത്തെ സ്റ്റണ്ട് അറിയാവുന്ന കുട്ടികൾ വേണം. കാരണം AJPയുടെ ഒരു ഇടിയിൽ 10 പേരാണ് തെറിച്ച് പോകുന്നത്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, പിന്നെ പുള്ളി ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ചില സീൻസുകളുണ്ട്. അതായത് ഒരു ചവിട്ടിന് പാറക്കഷ്ണം രണ്ടാവുക, പിന്നെ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി വരിക. അപ്പൊ അങ്ങനെ റിസ്കി ഷോട്ടുകളായിരിക്കും. ഇപ്പൊ ഈ രണ്ടാമത്തെ അത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, പാറക്കഷ്ണം അതായത് ചവിട്ടിട്ട് ആ പാറ രണ്ടായി പിളരുകയാണ്. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് ഗ്രാഫിക്സ് എങ്ങനെയല്ല, നല്ല രീതിയിൽ ചെയ്യുന്നതെന്നാണ് പുള്ളി പുറത്ത് വിടുന്നത്, ചെറിയ ചെറിയ സീൻസുകൾ. അപ്പൊ ഏതായാലും നായികമാർക്കുള്ളൊരു സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തന്നെ ഓഡിഷൻ വെക്കുന്നുണ്ട് അല്ലേ? ഓഡിഷൻ വെക്കുന്നുണ്ട് മാളുകളിൽ. നമ്മൾ ഗ്ലാമർ നോക്കുന്നില്ല കേട്ടോ, അതും കൂടി ഒന്നും കൂടി പറയാം. ഗ്ലാമർ അല്ല വേണ്ടത്, ഗ്ലാമർ അല്ല വേണ്ടത്. ഇപ്പോഴും പറയാണ് AJPക്ക് ഗ്ലാമർ അല്ല വേണ്ടത്, അഭിനയം അറിഞ്ഞിരിക്കണം. പിന്നെ ഗ്ലാമർ ആൾക്കാർ വരട്ടെ, ഗ്ലാമർ ഇല്ലാത്തവരും ഗ്ലാമർ വരട്ടെ. പറഞ്ഞാൽ വലിയ രീതിയിൽ ഗ്ലാമർ കുറവല്ല, എന്നാലും എന്റെയൊക്കെ ഒരു ഗ്ലാമർക്ക് കുഴപ്പമില്ല. അതിൽ വലിയ ഗ്ലാമർ ഇല്ലാത്ത ആൾക്കാരില്ല നമ്മള്. അപ്പൊ ആ ഗ്ലാമർ ഇല്ലാത്ത ആൾക്കാർക്കും ഓഗസ്റ്റ് വരെ ഉള്ളു പുള്ളിയുടെ, ഓഗസ്റ്റ് അല്ലല്ലോ ജൂലൈ ലാസ്റ്റ് വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ഈ സുന്ദര കുട്ടപ്പനെ കാണാൻ പറ്റില്ല. ആ സസ്പെൻസ് ആണ്, അത് പുറത്തു വിടണില്ല. ജൂലൈ ലാസ്റ്റോടെ നമ്മുടെ ഈ ചക്കരക്കൂട്ടം നമ്മളിൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരു 3 മാസത്തേക്ക്. എന്തായാലും ജൂലൈ സെക്കൻഡ് വീക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം ഈ മൂവി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാപ്സ്റ്റിക് വഴി നിങ്ങൾ മെസ്സേജ് ചെയ്യുക, മാപ്സ്റ്റിക് മീഡിയ വഴി വിഷ്ണു കൊച്ചിക്കാരൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്യുക, എൻ്റെ അലിൻ ജോസ് പേരുടെ ഒറിജിനൽ മെസ്സേജ് അയക്കുക. അപ്പം നമ്മൾ നോക്കിയിട്ട് നിലവിൽ നല്ല പ്രാങ്ക് അല്ലാണ്ട് ജെന്യുവിൻ കോൾസ് നമുക്ക് അറ്റൻഡ് ചെയ്ത് നമ്മളെ വിശ്വസിക്കാം ധൈര്യമായിട്ട്. നമ്മളിപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അഭിനയം അറിയാവുന്നവർ മാത്രം അല്ലേ. പൊട്ടങ്കളിയല്ല, സീരിയസ്നെസ് ആയിട്ട് അഭിനയിക്കാൻ. AJP പറഞ്ഞിട്ടല്ല, പൊട്ടങ്കളിയല്ല. എന്റെ കൂടെ വരുമ്പോൾ ട്രോള് വരും, അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ വരിക. പിന്നെ നമ്മൾ എഗ്രിമെന്റ് ഒക്കെ വെക്കും, അല്ലാതെ നമുക്ക് സീരിയസ്. വേറൊരു കേസ് എന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് താങ്കളോട് അഭിനയിക്കുക. കാര്യം ഒരു റീല് ചെയ്താൽ തന്നെ ആ പെൺപിള്ളേര് ഏറിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടി പറയുന്നത്, നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ ട്രോള് വരും. ഫസ്റ്റ് പൂജ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ട്രോള് വരും. പക്ഷേ ട്രോള് അംഗീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം അവസരം, വേറെ ഒരു ഡിഫിക്കൽട്ടീസ് നമ്മുടെ ഇവിടെ നമുക്കുണ്ടാവില്ല. പക്ഷേ ട്രോള് വരുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന പെൺകുട്ടികൾ മാത്രം മെസ്സേജ് ചെയ്യുക. ജൂലൈ പകുതിയോടെ ഞങ്ങളുടെ ഷൂട്ട് തുടങ്ങും. എല്ലാവരും ജൂലൈ 15-ാം തീയതിക്ക് മുന്നേ എല്ലാം കോണ്ടാക്ട്സും ചെയ്യുക. അതിന് പെട്ടെന്ന് സിനിമയുടെ പേര് 8 സുന്ദരികളും ഞാനും.
എന്നാണ്. 8 സുന്ദരികളും ഞാനും. അതാണ് 8 സുന്ദരികളും ഞാനും, അതാണ് സിനിമയുടെ പേര്. ഓക്കെ.